ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു ഡിസ്ക്ലൈമർ പോലത്തെ ഈ ഒരു കാര്യം അത് കേട്ടിട്ട് മാത്രം നിങ്ങൾ മൂവി കാണാൻ ശ്രമിക്കുക. പിന്നീട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയരുത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോ ആഹാരം കഴിച്ചുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു മൂവി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു മൂവിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. അതേപോലെ നിങ്ങൾ ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് കാണാതിരിക്കുക. അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ വീട്ടുകാർ റേഷൻ കടയിൽ നിന്ന് ആ ഒരു പേരങ്ങ് വെട്ടും. ഇത്ര മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ സീനുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദി അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂവി എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു പെൺകുട്ടി തന്റെ കുതിര വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു ബുക്ക് ഇങ്ങനെ വായിക്കാണ്. ആ ഒരു ബുക്കിലാണെങ്കിൽ ജൂലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജകുമാരനെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് കവിതകളും അതേപോലെ തന്നെ കഥകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു രാജകുമാരനെ പറ്റി ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്രയും അറിയപ്പെടുന്ന ഒരു രാജകുമാരനാണ്. അപ്പൊ ആ ഒരു കഥയിലുള്ള കാര്യങ്ങളിലെല്ലാം ആ ഒരു പെൺകുട്ടി അവളെയും ആ ഒരു രാജകുമാരനെയും വെച്ച് അവൾ വായിക്കുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള എൽവിറ. അങ്ങനെ സ്വപ്നവും കണ്ട് കിടന്ന അവസാനം ആ ഒരു രാജകുമാരനെ കിസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവളുടെ അമ്മ മുഖത്തിട്ടൊരു ഒറ്റയാടി എൽവിറ എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള റെബേക്ക, അതേപോലെ തന്നെ എൽവിറയ്ക്ക് ഒരു സഹോദരിയുണ്ട് ആൽമ. ഇവര് മൂന്നുപേരും ഇപ്പോൾ ഒരു കുതിരവണ്ടിയില് വേറൊരു വലിയ വീടിന്റെ മുറ്റത്തേക്ക് വന്ന് ഇറങ്ങാണ്. അങ്ങനെ വീടിന് മുന്നിലേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ ആ ഒരു വീടിന് മുന്നിലായിട്ട് രണ്ടുപേര് കാത്തു നിൽപ്പുണ്ട്. ഒരു വയസ്സായിട്ടുള്ള ഒരാളും അയാളുടെ മകളും. അവളുടെ പേര് ആഗ്നസ് അഞ്ജലിക്ക അലീഷ്യ. ഇതിൽ നമുക്ക് അലീഷ്യ എന്ന് പറഞ്ഞ പേര് മാത്രം എടുത്താൽ മതി, ബാക്കിയെല്ലാം പോട്ടെ. ഇപ്പൊ ഇവരെല്ലാവരും ഈ കണ്ടുമുട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് റെബേക്ക ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് എൽവിറയും ആൽമയും അവർ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്. അതുപോലെ ഈ ഒരു അപ്പൂപ്പനാണെങ്കിലോ അയാളുടെ ഭാര്യയെ മരിച്ചിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് റെബേക്ക ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇത്രയും വലിയ വീടുണ്ട്, ഒരുപാട് സ്വത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കൾക്കും നല്ലൊരു ജീവിതമായിരിക്കും എന്ന് പറഞ്ഞിട്ട് റെബേക്ക അയാളോടൊപ്പം തന്നെ അകത്തേക്ക് കയറി പോകുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ എൽവിറ ഉണ്ടല്ലോ ഹീറോയിൻ, അവളിപ്പോ അലീഷയെ നോക്കുമ്പോഴത്തേക്കും അലീഷയ്ക്ക് അവളേക്കാൾ കൂടുതലായിട്ട് സൗന്ദര്യമുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ എൽവിറയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു വീട്ടിൽ വെച്ച് വിവാഹം കഴിക്കുന്നു ഒഫീഷ്യലായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെബേക്ക ഇനി അലീഷയുടെ സ്റ്റെപ്പ് മദറും ഇവര് സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീഷയാണെങ്കിലോ ഇവർക്കെല്ലാവർക്കും അവരുടെ മുറി കാണിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എൽവിറയ്ക്ക് അവളെ നേരെ അവളുടെ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവളൊരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. അപ്പോഴാണ് അലീഷ, ഇവന്റെ പേര് ഐസക് എന്നാണ്, ഇവിടുത്തെ കുതിരയെ നോക്കുന്ന ഇവനാണ് എന്നും പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ നിന്ന് പോകുന്നതും എൽവിറയെ നേരെ ആ ഒരു മുറിക്കകത്തേക്ക് കൊണ്ട് കാണിക്കുമ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ ഇവർ ആദ്യമായിട്ടാണ് തോന്നുന്നു. അതുമല്ല എൽവിറയുടെ കയ്യില് ആ ഒരു ബുക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ അലീഷ ചോദിക്കുന്നുണ്ട്, ഇതാ ഒരു ജൂലിയൻ രാജകുമാരനെ പറ്റിയുള്ള കവിതയല്ലേ? അപ്പോൾ എൽവിറ പറയും, അതെ, എനിക്ക് ആ ഒരു രാജകുമാരനെ അത്ര ഇഷ്ടമാണ്, എനിക്ക് അവന് വിവാഹം കഴിക്കണമെന്ന് നല്ല താല്പര്യമുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഈ ഒരു വിവാഹം കഴിച്ചതിന്റെ പാർട്ടി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഇവർ കേക്കെല്ലാം ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ അപ്പൂപ്പനായാലും ഇപ്പോൾ പുതിയൊരു ഭാര്യയെ കിട്ടിയ സന്തോഷം. പക്ഷെ റെബേക്കാണെങ്കിലോ ഈ സ്വത്ത് നോക്കിയിട്ട് വിവാഹം കഴിച്ചാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ അപ്പൂപ്പനായാലും പെട്ടെന്ന് ആ ഒരു കേക്ക് അങ്ങനെ മുറിച്ചിട്ട് ആ ഒരു സന്തോഷത്തിൽ ചിരിച്ച് അതിലൊരു പീസ് എടുത്ത് നമ്മുടെ എൽവിറയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്. അവൾ ആദ്യം പേടിക്കുമെങ്കിലും പിന്നെ നോക്കി ചിരിക്കുമ്പോൾ അവളായാലും ചിരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി ചിരിക്കാണ്. ചിരിച്ച് അവസാനം അപ്പൂപ്പന്റെ ചിരി ഇത്ര മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ പെട്ടെന്ന് അനങ്ങാതിരുന്ന് നെഞ്ചെല്ലാം വേദന എടുക്കുന്നത് പോലെ. അപ്പോഴേക്കും അലീഷ, അച്ഛാ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അപ്പൂപ്പൻ രക്തം ഛർദ്ദിക്കുന്നു. വേറെ ഒന്നുമല്ല, അപ്പൂപ്പന്റെ കാര്യം ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. ഇപ്പൊ റെബേക്ക അയാളെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഇനി മുതൽ റെബേക്ക ആയിരിക്കും ഈ ഒരു വീടിന്റെ ഉടമസ്ഥ. ആ ഒരു കാര്യം എന്തായാലും സാധിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഈ ഒരു വലിയ വീട്ടിലേക്ക് 3 പേര് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതേസമയം നമ്മുടെ എൽവിറ ആണെങ്കിലോ അലീഷയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡും കൊണ്ട് അവളുടെ റൂമിലേക്ക് ചെല്ലാണ്. അവളാണെങ്കിലും നല്ല കരച്ചില്. അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾക്ക് ആരുമില്ലല്ലോ. എൽവിറ ആണെങ്കിലും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിച്ച് അവിടെ എന്തോ ഒരു ഫുഡ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കുകയും ചെയ്യും. അലീഷ ഉറങ്ങാണെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവളുടെ ആ ഒരു ചീപ്പെല്ലാം എടുത്ത് കണ്ണാടിയിലേക്ക് നോക്കി ഇവളുടെ മുടിയും അതുപോലെ ചീപ്പാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു സൗന്ദര്യത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റമുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അലീഷ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, ഹേയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അതെന്റെ ബ്രഷാണ്, അതവിടെ വെക്കാൻ പറയുമ്പോൾ അവള് പറയും, സോറി, നീ ഉറങ്ങുമായിരുന്നെന്ന് വിചാരിച്ചു. അതൊക്കെ പോട്ടെ, നിനക്കൊരു മാന്യതയില്ലേ? ഇതുപോലെയൊക്കെ വന്നിരിക്കുന്ന എന്തിനാ? എന്റെ അച്ഛൻ്റെ കയ്യിൽ പണം ഇല്ലാണ്ടായിപ്പോയി, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ നല്ലൊരു ഭാര്യയെ കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് എൽവിറ, എന്ത് പണോ? അത് എന്റെ അമ്മയുടെ സ്വത്താണിത് എന്നിങ്ങനെ പറയുന്നതും എൽവിറ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം ഓടി അവസാനം മറ്റൊരു മുറിയിലേക്ക് വന്നിട്ട്
ഡോർ തുറന്നിട്ട് അവളുടെ അമ്മയോട് പറയും, അമ്മ ഇവരുടെ കയ്യിൽ പണമില്ലാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കയറി വന്ന 3 പേരുണ്ടല്ലോ, അവര് ഈ ഒരു വീട്ടിലുള്ള പണവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു വീട് മാത്രമേ ഇവർക്ക് ഇനിയിപ്പോ സ്വന്തമായിട്ടുള്ളൂ. അല്ലാതെ ഇയാൾക്ക് വേറെ സ്വത്തുവകകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കുറച്ച് സ്വർണ്ണ നാണയങ്ങളും കൂടിയുണ്ട്. ഇപ്പൊ ഒരു പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചത് ഇനിയിപ്പോ അയാളുടെ മകളായിട്ടുള്ള അലീഷനെയും കൂടി ഇവർ നോക്കണം. ആ ഒരു കാര്യം കൂടി കേൾക്കുന്നതും റെബേക്ക അങ്ങനെ ബോധം കെട്ട് താഴെ വീഴാണ്. എൽവിറയാണെങ്കിലും അമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെബേക്കയ്ക്ക് മറ്റൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ റെബേക്കയ്ക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ തങ്ങളുടെ ഈ ഒരു 3 പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഒരു രാജകുമാരനെ വിവാഹം കഴിച്ചേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്കേണ്ട സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതാണ് ഇനിയുള്ള ഒറ്റ മാർഗം. അപ്പൊ എൽവിറ ചോദിക്കും, അമ്മേ ആർക്കാ രാജകുമാരൻ, എനിക്കാണോ എന്ന് ചോദിക്കുമ്പോ, മോളെ നീ തന്നെ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കാണ് എൽവിറ നേരെ കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ ആ ഒരു മുഖത്ത് സൗന്ദര്യം ഇല്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഉരുണ്ട മുഖവും അത്യാവശ്യം തടിച്ച ശരീരം, ഭംഗിയില്ലാത്ത മൂക്ക്, അവളുടെ പല്ലിൽ കമ്പിയിട്ടേക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ അലീഷയാണെങ്കിലോ അവളുടെ അച്ഛനടുത്ത് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എൽവിറ ആണെങ്കിൽ അവളുടെ റൂമിൽ കിടക്കുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു വീടിന് വെളിയിൽ ആരോ ഒരാള് ഒരു സന്ദേശമുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് അലീഷ ആദ്യം തന്നെ ചെല്ലും. എൽവിറ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് കുതിരപ്പുറത്ത് ഒരാള്. ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിലെ ജൂലിയൻ രാജകുമാരൻ ഒരു രാജകുമാരിയെ അന്വേഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അലീഷ അവളുടെ പേരും അതേപോലെ തന്നെ അവളുടെ അച്ഛനാരാണ്, ഈ ഒരു വീട്ടിന്റെ പേര്, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെല്ലാം അങ്ങനെ എഴുതിയിട്ട് അവൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൽവിറയുടെ പേര് ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ പേര് പറയും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ഈ അച്ഛന്റെ പേരാണല്ലോ ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് പറയാനായിട്ട് കഴിയുന്നില്ല. ഇവർക്ക് അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഡ്രസ്സും ഇല്ലല്ലോ. അപ്പൊ ഇത് കേട്ട നമ്മുടെ അലീഷ പറയും, ഓക്കെ എന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് എന്ന് പറയുന്നതും നമ്മുടെ എൽവിറയും എന്തായാലും അതിൽ പങ്കെടുക്കാനുണ്ടാവും. ഇതുകൂടി കേൾക്കുന്നത് എൽവിറയ്ക്ക് അത്രയും സന്തോഷമായി. കാരണം അവൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു രാജകുമാരനാണ്, പുള്ളിക്കാരനാണ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നിൽക്കാണ്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും റെബേക്ക എൽവിറയുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാണ്. ആദ്യം തന്നെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ മൂക്കിന്റെ ഷേപ്പ് മാറ്റണം. അതിനുവേണ്ടി ഒരു ടേപ്പ് എടുത്ത് മൂക്കിന്റെ അളവെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ മൂക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതേപോലെ തന്നെ ഇത് നോക്ക്, പുതിയ കൺപീലികളാണ്, നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ മൂക്കിന്റെ ഷേപ്പ് ഇനി മാറ്റാൻ പോകുന്നുണ്ട്. അതിനു മുന്നേ തന്നെ അവളുടെ വായിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ വലിച്ചിളക്കാൻ പോകുന്നു. കുറച്ച് പണ്ടായതുകൊണ്ട് തന്നെ അത്രയും വലിയ ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ. സാധാരണ ഈ ഒരു കട്ടിംഗ് പ്ലെയർ പോലത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് വലിച്ചു പിഴുതെടുത്ത് കളയുന്നത്. അങ്ങനെ അത് വലിച്ചൂരി കളയുന്നതും അവളുടെ പല്ല് ഏകദേശം റെഡിയായി. ഓക്കെ, എന്തായാലും ഇത്തിരി കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇനി ആ ഒരു മൂക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ഉളി പോലെയുള്ള സംഭവം എടുത്ത് അവളുടെ മൂക്കിന്റെ പാലത്തിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു അടി, എന്റെ അമ്മോ, എൽവിറ അലറി വിളിക്കും. ഒരുപാട് തവണ കുറേ നേരം ഇരുന്ന് കരഞ്ഞ് അവസാനം നിർത്തുമ്പോഴത്തേക്കും ഒരടിയും കൂടിയുണ്ട്. ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നതും പിന്നെ അവൾ അലറി വിളിക്കുകയാണ്. അങ്ങനെ ആ ഒരു മൂക്ക് ഒരു വിധത്തിൽ ശരിയാക്കിയിട്ട് ഇനിയിപ്പോ കുറച്ച് നാൾ കഴിയും ഈ ഒരു മൂക്ക് പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ ഈ ഒരു മൂക്ക് അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിൽ ഒരു കാര്യം വെച്ചിട്ടാണ് അവൾ പോകുന്നത്. ഇത് വെക്കുമ്പോ തന്നെ എന്തോ പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എൽവിറയും അതേപോലെ തന്നെ അലീഷ, പിന്നീട് ഈ ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ക്ലാസ്സിലേക്ക് പോവാണ്. ഇത് വേറെ ഒന്നുമല്ല, ആ ഒരു രാജകുമാരനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡാൻസ് കളിക്കണം. അതേപോലെ തന്നെ നടക്കുന്നതിനും ഇരിക്കുന്നതിനും എല്ലാത്തിനും പ്രത്യേക ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു രാജകുമാരന്റെ മുന്നിലേക്ക് ചെന്ന് ആ ഒരു തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇവർ നല്ലതുപോലെ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ രാജകുമാരനെ ഇഷ്ടപ്പെട്ട് അവരെ തെരഞ്ഞെടുക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ആദ്യം തന്നെ ഒരു പ്രത്യേകതരം ഡാൻസ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ആ ഒരു ടീച്ചറാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ നിന്നിട്ട് അവർക്ക് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എൽവിറ, അലീഷ്യ, ഇവര് രണ്ടുപേരും എന്തായാലും അവിടെ ഉണ്ട്. എൽവിറയാണ് ഇപ്പൊ ഏറ്റവും മുന്നിൽ നിന്നിട്ട് ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടീച്ചറായാലും ഇപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു സ്റ്റെപ്പും അതേപോലെ തന്നെ അവരുടെ പൊസിഷൻ ഇതെല്ലാം നല്ലതുപോലെ നോക്കി. അപ്പൊ അത് എൽവിറയുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നീ കുറച്ച് പുറകിലേക്ക് നിൽക്കാൻ പറയും. അപ്പൊ എൽവിറ അവിടെ നിന്ന് 2ാമത്തെ സ്ഥാനത്തേക്ക് പോയി നിൽക്കുമ്പോൾ ആ ടീച്ചർ നോക്കിയിട്ട് പറയും ഇവിടെയല്ല, കുറച്ചുകൂടി പുറകില്. അപ്പൊ എൽവിറ വീണ്ടും കുറച്ചുകൂടി പുറകിലേക്ക് പോയി നിൽക്കുമ്പോൾ അവർ പറയും ഹേയ് ഇവിടെയല്ല, അങ്ങ് പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ എൽവിറ വിഷമിച്ചിട്ട് നേരെ പുറകിലേക്ക് പോയി നിൽക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടികളുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഈ ഒരു അവസാനത്തെ വരിയിൽ നിർത്തിയേക്കുന്നു. അത് എൽവിറയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അതേപോലെ തന്നെ വിഷമമുണ്ട്. എന്നിരുന്നാലും ആ ഒരു രാജകുമാരന് വേണ്ടിയിട്ട് അവൾ അത് വീണ്ടും സഹിച്ച് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇവർ കഴിക്കാണ്ടിരിക്കുമ്പോൾ എൽവിറയ്ക്ക് എന്തോ നാരങ്ങയിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ, അവൾക്ക് ഫുഡൊന്നുമില്ല. കാരണം ഈ ഒരു ഡയറ്റിന്റെ ഭാഗമായിട്ട് അവൾ എന്തായാലും ഒന്നും കഴിക്കാൻ പോകുന്നില്ല. പക്ഷെ അവളുടെ സഹോദരിയും അതേപോലെ തന്നെ അലീഷയും, ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവരെല്ലാം നല്ലതുപോലെ കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീഷ പറയും അല്ല അച്ഛന്റെ ശവസംസ്കാര ചടങ്ങ് അതെപ്പോഴാണ് നടത്താൻ പോകുന്നത്, ഈ ഒരു വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതോ അതിനു മുന്നേ നടത്തുമെന്ന് ചോദിക്കുമ്പോൾ റെബേക്ക പറയും എന്തായാലും ഇപ്പോൾ അത് ചെയ്യാൻ പോകുന്നില്ല, കാരണം അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല.
ഇത് കേൾക്കുന്ന അലീഷ പറയും, പക്ഷെ നിങ്ങൾ ഇപ്പൊ അനാവശ്യമായിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ എൽവിറയ്ക്ക് ഈ ഒരു സൗന്ദര്യം കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ അവളുടെ വസ്ത്രം ഇതെല്ലാം വാങ്ങിക്കാനുള്ള പണം, അതിനെപ്പറ്റിയാണ് അവൾ പറയുന്നത്. അപ്പോൾ റെബേക്ക പറയും, ഹേയ് അതെന്റെ മകളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, പിന്നെ നീ അങ്ങനെ വസ്ത്രങ്ങളൊന്നും ഇനി മാറാൻ പോകുന്നില്ലല്ലോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അലീഷ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നേരെ അവൾ അച്ഛൻ കിടക്കുന്ന ആ ഒരു വശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇയാളുടെ ശരീരം അവിടെ കിടന്ന് അഴുകുന്ന അവസ്ഥയിലായിപ്പോയി, നല്ല രീതിയിൽ ഈച്ചയെല്ലാം വന്നിട്ട്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ ഒരു വിഷറി എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വീശുന്നത് അതൊരു പ്രത്യേക ശൈലിയിലാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ എൽവിറ ആണെങ്കിലും അത് നല്ലതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവര് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൽ എത്ര പെൺകുട്ടികളെ സെലക്ട് ചെയ്തു എന്നുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ റിസൾട്ട് അവിടെ ഒട്ടിച്ചതായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഇവരെല്ലാവരും ചെന്നിങ്ങനെ നോക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് പെൺകുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അലീഷ ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ എൽവിറ, അവൾക്കാണെങ്കിൽ ഇതിൽ സൗന്ദര്യം കുറവാണല്ലോ, എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലിസ്റ്റിന്റെ അവസാനം മറ്റൊരാളുടെ പേര് വെട്ടിയിട്ട് അവിടെ എൽവിറയുടെ പേര് എഴുതിയേക്കുന്നു. ഇതുകൂടി ആവുന്നത് നമ്മുടെ എൽവിറയ്ക്ക് അത്രയും സന്തോഷമായി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ പിന്നീട് കാണിക്കുമ്പോൾ ഈ ഡാൻസിന്റെ അടുത്തൊരു സ്റ്റെപ്പ് ആ ഒരു ടീച്ചർ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ കളിക്കാൻ ആരെ കൊണ്ട് കഴിയും എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ എൽവിറയും കൈ ഉയർത്തും. അപ്പോൾ ആ ഒരു ടീച്ചർ, ഓക്കെ നീ ഇവിടേക്ക് വാ കളിച്ച് കാണിക്കാൻ പറയുമ്പോൾ എൽവിറയായാലും വന്നിട്ട് അതിങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ടീച്ചർ പറയുന്നത്, ഓക്കെ നിർത്ത് എന്നും പറഞ്ഞ് എൽവിറയുടെ അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ അത് ഇവിടെയല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം, നീ ഈ ഒരു കൂട്ടത്തിൽ നിൽക്കുന്നതേ എനിക്കിഷ്ടമല്ല. പിന്നെ നിന്റെ അമ്മ അധികമായിട്ട് പണം തന്നതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും അവളുടെ സൗന്ദര്യത്തെ കളിയാക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അപമാനിക്കുകയാണ്. എന്നിട്ട് സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അലീഷ അതേപോലെ തന്നെ മറ്റു 2 പെൺകുട്ടികൾ അവരെ വിളിച്ചു നിർത്തി ഡാൻസ് കളിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ എൽവിറയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പോ നമ്മുടെ എൽവിറയ്ക്ക് ഇപ്പോൾ വസ്ത്രം ഇട്ട് കൊടുക്കാൻ പോവാണ്. പക്ഷെ അവരത് പിടിച്ചിടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു കോട്ട് പോലെയുള്ള ഭാഗം അത് എത്തുന്നില്ല. കാരണം അവൾക്ക് അത്യാവശ്യം വയറുണ്ട്. അപ്പൊ ഇതെത്താൻ വേണ്ടി റിബണോ വേറെ എന്തെങ്കിലും വേണമെന്ന് അവർ പറയുമ്പോൾ റെബേക്ക പറയും, നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, ആ ഒരു വസ്ത്രം അവളെ അണിയിക്കണമെന്നും പറഞ്ഞിട്ട് അവരിപ്പോ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ എൽവിറയായാലും അങ്ങനെ നിന്ന് വസ്ത്രമെല്ലാം ഊരിയിട്ട് അവളുടെ ശരീരം അവൾ തന്നെ ഇങ്ങനെ നോക്കാണ്. കാരണം ഒരു ഷേപ്പ് ഇല്ലാത്ത അത്യാവശ്യം വയറെല്ലാം ചാടിയിട്ടുള്ള ഒരു ശരീരം. അതുകൊണ്ട് തന്നെ സ്വയം അവൾക്ക് തന്നെ അവൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പോകുമ്പോഴത്തേക്കാണ് ഇപ്പൊ നമ്മുടെ അലീഷയെ അവിടെയുള്ള ആ ഒരു ടീച്ചർ, ഓക്കെ മോളെ നിന്നെ എന്തായാലും ആ ഒരു രാജകുമാരൻ സെലക്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് അലീഷയെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എൽവിറയാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ എൽവിറ അകത്തേക്ക് ചെന്നിരുന്നിട്ട് അവളെ നോക്കുമ്പോഴത്തേക്ക് എൽവിറ പറയുന്നുണ്ട്, എന്നെ ആരും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല, എന്നെ ആരും തിരഞ്ഞെടുക്കത്തില്ല, കാരണം എന്നെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, നിന്നെ കാണാൻ കൊള്ളാം, നിനക്കും ആ ഒരു മാറ്റമെല്ലാം വരും, ശ്രമിച്ചാൽ മാത്രം മതി. ഇപ്പൊ അവളുടെ മൂക്കിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് അഴിക്കാനായിട്ട് പറയുമ്പോൾ അവൾ അഴിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടി ശരിയായ മതി. അപ്പൊ ആ ഒരു ലേഡി പറയും, ഹേയ് നല്ല മാറ്റമുണ്ട്, ഇനി നിന്റെ ഉള്ളില് ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ മാത്രം മതി, അതെന്തായാലും നിന്നെ കൊണ്ട് കഴിയുമെന്നും പറഞ്ഞ് അവരിപ്പോ കബോർഡിൽ നിന്നും ഒരു കാര്യം എടുത്ത് നമ്മുടെ എൽവിറയുടെ കയ്യിലിങ്ങനെ വെച്ചു കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൽവിറയും അതേപോലെ തന്നെ അവളുടെ സഹോദരി ആൽമയുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആ ഒരു കുതിരപ്പുറത്ത് കാട്ടിലൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറെ ദൂരം ഇവർ ആ ഒരു കുതിരയിൽ സഞ്ചരിച്ച് അവസാനം ഒരിടത്ത് ഈ ഒരു തുണിയെല്ലാം വിരിച്ചിട്ട് അവിടെ ഈ ഒരു പഴങ്ങളൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ എൽവിറ ആ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് എൽവിറ പെട്ടെന്ന് എഴുന്നേറ്റ് ആൽമയോട് പറയും, ഓക്കെ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം, പക്ഷെ നീ ആരോടും പറയരുത്, എന്നോട് സത്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കാണ് എൽവിറ ആ ഒരു സ്ത്രീ കൊടുത്തുള്ളൊരു സാധനം അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് തുറന്നു കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു മുട്ടയുണ്ട്. അപ്പൊ ആൽമ ചോദിക്കും, അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പ്രത്യേകതരം പുഴുവാണ്, ഇതിനെ ഞാൻ വിഴുങ്ങും, അപ്പോൾ ഇതെന്റെ വയറിനുള്ളിൽ ചെന്നിട്ട് ഞാൻ കഴിക്കുന്ന ആഹാരമെല്ലാം അത് കഴിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശരീരം വെക്കത്തില്ല, ശരീരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആൽമ ചോദിക്കും, ഇത് കൂടുതലായി കഴിഞ്ഞാലേ അതിന് മറുമരുന്നുണ്ട്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്നും അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട നമ്മുടെ ആൽമ ചോദിക്കും, അല്ല നിനക്കെന്താ ഭ്രാന്താണോ, ഇങ്ങനെല്ലാം ചെയ്യുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇതെല്ലാം ഒരു രാജകുമാരൻ എന്നെ തെരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ എല്ലാം നിർത്തും, അതുവരെയുള്ളൂ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ആൽമ പറയും, ഇല്ല ഞാനിത് അമ്മയോട് പറയുമെന്ന് പറയുമ്പോൾ ആൽമ, ഇല്ല നീ അത് പറയരുത്, ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആൽമ പെട്ടെന്ന് ആ ഒരു കുതിരയിൽ കയറിയിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേക്കും ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അലീഷ ആ ഒരു കുതിരയെ നോക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കാണ് അവൻ, നീ ആ ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയും, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ അവൻ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കിസ് ചെയ്യാണ്. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അലീഷ സത്യത്തിൽ സ്നേഹിക്കുന്നത് ഈ ഒരു പയ്യനെയാണ്. പിന്നെ റെബേക്ക പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ ആ ഒരു രാജകുമാരനെ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും തന്നെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എൽവിറ ഉണ്ടല്ലോ, അവൾ ആ ഒരു പുഴുവിന്റെ മുട്ട അതങ്ങനെ എടുത്തിട്ട്
പെട്ടെന്ന് ആ ഒരു മുട്ടയെടുത്തങ്ങ് വിഴുങ്ങും. അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുറച്ചു നേരം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അവളിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല. എന്നിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ താഴെയായിട്ട് കുറച്ചു പേരുടെ ശബ്ദം കേൾക്കുന്നു. എൽവിറയാണെങ്കിലും പതിയെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരെ അവിടെ നിന്ന് ഈ ഒരു അമ്പ് ചെയ്തിട്ട് ഈ ഒരു പക്ഷികളെല്ലാം ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ എൽവിറയായാലും അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മരത്തിനടുത്ത് നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രാജകുമാരനുണ്ടല്ലോ, അവൻ അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു. ഇതുകൂടി കാണുന്നതും എൽവിറ അങ്ങനെ നോക്കി തന്നെ നിൽക്കാണ്. കാരണം അവൾ ഇഷ്ടപ്പെടുന്ന ഒരു രാജകുമാരനാണ്. പെട്ടെന്നാണ് ഇവളുടെ കാല് സ്ലിപ്പ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കുമ്പോൾ ഹേയ് അതാരാണെന്ന് പറഞ്ഞ് ആ ഒരു രാജകുമാരന്റെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ രണ്ടുപേരും എൽവിറയെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു രാജകുമാരൻ അവളെ തിരിഞ്ഞു നോക്കുന്നതും എൽവിറയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം അത്രയും ആഗ്രഹിച്ച ഒരാളാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു കൂടെ വന്നവന്മാരായാലും പെട്ടെന്ന് അവളെ കളിയാക്കാൻ തുടങ്ങുന്നതും എൽവിറ ഇപ്പോൾ അവിടെ നിന്ന് പേടിച്ച് നേരെ മുകളിലേക്ക് ഓടിയങ്ങ് പോവും. എന്നിട്ടാണെങ്കിലോ അവൾ നേരെ മുകളിലേക്ക് വന്നു നിന്നിട്ട് അവൾ പോവാതെ ഈ ഒരു രാജകുമാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കാണ്. എന്നിട്ട് അവനെ വെച്ച് ആ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവളിങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കാണ് എൽവിറ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ അവള് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു കുതിരയുടെ തൊഴുത്തില് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എൽവിറ ഇപ്പോ പതിയെ അതിനുള്ളിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് അലീഷ ഉണ്ടല്ലോ, അവളും അതേപോലെ തന്നെ ആ ഒരു കുതിരകളെ നോക്കുന്ന ആ ഒരു പയ്യനും ഇവര് രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ എൽവിറ കണ്ടിട്ട് അവൾക്ക് അത്രയും ദേഷ്യമായി. അപ്പൊ ഈ ഒരു കാര്യം അലീഷയും കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് റെബേക്ക അലീഷയെ നല്ലതുപോലെ അടിക്കുകയും വഴക്കുറയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നിന്റെ കന്യകത്വം നീ അത് നശിപ്പിച്ചു, ഇനി ഒരു രാജകുമാരനെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അവളെ അടിക്കുമ്പോൾ അലീഷ പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടമാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും റെബേക്ക പറയും ഇല്ല, ഇനി ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ തീരുമാനിച്ചാൽ മതി. ഇനി എന്തായാലും ആ ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാൻ നീ പോകാൻ പോകുന്നില്ല, പകരം ഈ ഒരു വീട്ടിലെ ജോലികളെല്ലാം നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീഷയെ ഈ ഒരു വീട്ടിലെ ജോലിക്കാരിയേക്ക് മാറ്റും. എന്നിട്ട് ഇപ്പൊ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നമ്മുടെ എൽവിറയാണ്. അതേപോലെ ഐസക് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവനെയാണെങ്കിലോ കല്ലെല്ലാം എറിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഓടിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാരണം ഇനിയിപ്പോ നമ്മുടെ എൽവിറയ്ക്ക് അലീഷയെ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എൽവിറ ആയാലും ഇപ്പോൾ നല്ലതുപോലെ ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട്. കാരണം അവളുടെ വയറിൽ ആ ഒരു പുഴു ഉള്ളത് കൊണ്ട് തന്നെ എത്ര കഴിച്ചാലും അവൾക്ക് അത് വലുതായിട്ട് ഏൽക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് 1-2 ദിവസത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ എൽവിറയുടെ മൂക്കിലുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അത് പതിയെ അഴിച്ചിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും അവളുടെ മൂക്ക് നല്ലതുപോലെ ശരിയായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവളുടെ ശരീരവും ചെറുതായിട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചുകൂടി സൗന്ദര്യം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ എൽവിറ പതിയെ ആ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അലീഷ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള പശുവിനെ കറക്കാണ്. അവൾക്ക് ഇനിയിപ്പോ ഈ ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും അവള് ഈ ഒരു വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ എൽവിറ അവൾക്ക് അടുത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. അവളുടെ മൂക്ക് ശരിയാക്കിയ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അതേ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ അവളുടെ കണ്ണിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അതേപോലെ തന്നെ അവളുടെ കൺപോള അങ്ങനെ താഴേക്ക് വലിച്ചെടുത്തിട്ട് അവളുടെ കണ്ണിൽ ഇപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ തല ഇങ്ങനെ അനക്കാതെ ഒരു ബെൽറ്റ് എല്ലാം വെച്ച് കെട്ടിയിട്ട് ഇപ്പൊ ഒരു സൂചി നൂലും കൊണ്ടുവന്ന് അവളുടെ കണ്ണിന്റെ ആ ഒരു പോള ഉണ്ടല്ലോ അത് പിടിച്ച് വലിച്ച് തുന്നി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ അലറി വിളിച്ച് വേദന കാരണം, എൽവിറ ആണെങ്കിൽ വേദന കാരണം അലറി വിളിക്കുകയാണ്. ഇപ്പോ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേദനയാണ് ഇവൾ സഹിക്കുന്നതെന്ന് നോക്കണേ. അതുമല്ല ഇവൾ ആ ഒരു പുഴുവിനെ കഴിച്ചിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അതൊരിക്കലും വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ണും കെട്ടിവെച്ച് കണ്ണ് കാണാതെ ഇങ്ങനെ നടക്കുന്നു. കുറെ ദിവസം അങ്ങനെ തന്നെ നടക്കും. ഇത് കാണുമ്പോഴത്തേക്ക് അവളുടെ സഹോദരി ആൽമ അവൾക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഇവൾക്ക് നല്ല വിശപ്പുണ്ട്. കാരണം ആ ഒരു പുഴു ഉള്ളിൽ കിടക്കല്ലേ, അതിന് വിശക്കും. അപ്പൊ ആ ഒരു ശബ്ദമാണെങ്കിലും നല്ലതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കഴിയും. ആ ഒരു സമയത്ത് നമ്മുടെ അലീഷയാണ് അവൾക്ക് ഫുഡെല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ വീണ്ടും ഈ ഒരു ക്ലാസ്സിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അലീഷയാണ് അവിടുത്തെ ആ ഒരു ടീച്ചർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവൾക്ക് മാത്രമേ അത്യാവശ്യം സൗന്ദര്യമുള്ളൂ. ഇവർ നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് അലീഷ വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ലേഡി പറയും അവൾക്ക് വയ്യാണ്ട് കിടക്കാണെന്നാണ് പറയുന്നത്. അതുമല്ല അവളുടെ അച്ഛനും പോയതിനു ശേഷം അവൾ ആകെ സുഖമില്ലാത്തൊരവസ്ഥയാണ് എന്നെല്ലാം ഇങ്ങനെ പറയാണ്. വേറെ ഒന്നല്ല, റെബേക്ക ആ ഒരു സ്ത്രീക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവര് ഈ ഒരു ടീച്ചറിനോട് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ എൽവിറ ഉണ്ടല്ലോ അവളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഒരു ടീച്ചറിനായാലും ഇപ്പോൾ വേറെ വഴിയില്ല, അടുത്തൊരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇനി അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മുടെ എൽവിറയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇപ്പോൾ നല്ലതാക്കാൻ വേണ്ടി അവർ തീരുമാനമെടുക്കും. എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എൽവിറ ആയാലും ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അവൾ കുളിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബുക്ക് എപ്പോഴും വായിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ അലീഷ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് ഫുഡെല്ലാം ഇങ്ങനെ വാരി കൊടുക്കുന്നു. ആ ഒരു അവസ്ഥ വരെയായി. അപ്പോഴേക്കും എൽവിറ പറയും ഇല്ല, ഫുഡ് ഞാൻ കഴിച്ചോളാം, നീ ഈ ബുക്ക് വായിച്ചു തരാൻ പറഞ്ഞിട്ട് അലീഷയുടെ കയ്യിൽ അത് കൊടുത്ത് അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ വിശക്കുന്നുണ്ട് നമ്മുടെ എൽവിറയ്ക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് കൈ കൊണ്ട് വാരി വാരി ഇങ്ങനെ തിന്നാണ്. അതൊരു വൃത്തിയുടെ രീതിയിൽ കാണുമ്പോൾ എന്തോ പോലെയാവും. അപ്പോഴേക്കാണ് എൽവിറ പറയുന്നത് ശരി, നീ എന്റെ മുടി ഒന്ന് ചീകി തരാൻ പറയുമ്പോൾ അലീഷ പുറകിലേക്ക് വന്നിരുന്നിട്ട് അവളുടെ മുടി ചീകുമ്പോഴത്തേക്കാണ് അലീഷ പറയുന്നത് ഇനി ഇത് ചീകേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് കൊഴിഞ്ഞു പോയിട്ടുള്ള അവളുടെ മുടി എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എൽവിറയുടെ മുടി
ഇപ്പൊ പതിയെ പതിയെ കൊഴിയാൻ തുടങ്ങുന്നു. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇത് കാരണം എൽവിറ അലറി എങ്ങനെ വിളിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇവരുടെ ഈ ഒരു വീട്ടിലേക്ക് വേറൊരാൾ വരുന്നുണ്ട്. നേരെ എൽവിറയുടെ മുറിയിലേക്ക് വന്ന് ഉറങ്ങി കിടക്കുന്ന അവളെ വിളിച്ച് അവളുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ഇപ്പൊ അതിനകത്തേക്ക് വേറൊരു പെട്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ റെബേക്ക പറയും ഇതെന്താണെന്ന് നോക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നതും ആ ഒരു പെട്ടി തുറക്കുമ്പോൾ അതിൽ അത്രയും വില കൂടിയ ഒരു വസ്ത്രമാണത്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ എൽവിറയ്ക്ക് അത്രയും സന്തോഷമായി, റെബേക്കയ്ക്കും അതേപോലെ തന്നെ സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു വസ്ത്രം കൂടി ധരിച്ചു കഴിഞ്ഞാൽ ഇവൾ അതിസുന്ദരിയാവും. ഓക്കെ, ഇത് പെട്ടെന്നെടുത്ത് ധരിക്കാൻ പറയുന്നതും നമ്മുടെ അലീഷയാണ് സഹായത്തിന് വിളിക്കുന്നത്. അലീഷ്യ വന്ന് അവൾക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടേക്ക് വന്നല്ലോ അയാൾ അലീഷയെ പിടിച്ചിട്ട് അവളോട് വൃത്തികേടായിട്ട് ഇങ്ങനെ പെരുമാറുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്ന് മാറിയും പോകുന്നു. എന്നിട്ട് അയാൾ നേരെ എൽവിറയെ പിടിച്ച് നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു ബ്രസ്റ്റ് ഭാഗം അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ വേണം ആ ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു രാജകുമാരി അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നവരെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും വസ്ത്രം ധരിക്കുന്നത്. കാരണം പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതുപോലെയെല്ലാം ചെയ്തിട്ട് ഇപ്പൊ അവളുടെ മുടി പിടിച്ച് നോക്കുമ്പോഴത്തേക്കും മുടി അങ്ങനെ ഊരി വരുന്നു. ഈ ഒരു കാര്യം റെബേക്കയോട് പറയുമ്പോൾ റെബേക്ക വന്നിട്ട് എൽവിറ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴും ആ ഒരു മുട്ട കഴിച്ചതിനെ പറ്റി പറയുന്നില്ല. അപ്പോഴേക്കും അയാൾ പെട്ടെന്ന് പുറകിലേക്ക് പോയി ഇപ്പൊ ആ ഒരു വിഗ് കൊണ്ടുവന്ന് എൽവിറയുടെ തലയിലേക്ക് വെക്കുന്നതും ഇത് മതിയെന്നെല്ലാം പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ എൽവിറയ്ക്ക് ഈ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ ആരും കാണാതെ ഫുഡെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വയറിലെ ശബ്ദം ഉണ്ടല്ലോ അത് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് അവൾ നേരെ മുറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ അലീഷ്യ അവളുടെ റൂമിൽ വന്ന് ആ ഒരു പെട്ടി തുറന്നിട്ട് അവൾക്കിടാനുള്ള ഒരു വസ്ത്രമുണ്ട് അത് അവളിങ്ങനെ എടുത്തിട്ട് പുറകിലേക്ക് നടന്നു വരുമ്പോൾ എൽവിറ ഇത് കാണും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലീഷ്യ എന്തായാലും ആ ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാനുള്ള ആ ഒരു ചടങ്ങുണ്ടല്ലോ അതിൽ പോകാനായിട്ട് തയ്യാറെടുത്തോന്ന് എൽവിറയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹേയ് നീ ഇത് ചെയ്തതെന്നും പറഞ്ഞിട്ട് അവൾ അലീഷയെ തടയാൻ ശ്രമിക്കുകയാണ്. ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ അതും വലിച്ചേറി കളയുന്നുണ്ട്. വേറെ ഒന്നല്ല, എൽവിറ ഇപ്പോഴാണ് കുറച്ചെങ്കിലും അവളുടെ ശരീരത്തിന് മാറ്റമെല്ലാം വരുത്തി കൊണ്ടുവരുന്നത്. അപ്പോഴേക്ക് അലീഷ്യ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എൽവിറയ്ക്ക് ആ ഒരു രാജകുമാരനെ വിവാഹം കഴിയാൻ കഴിയത്തില്ല എന്ന് അവൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് റെബേക്ക അവിടേക്ക് വരുമ്പോഴത്തേക്കും എൽവിറ പറയുന്നില്ല അമ്മ അവൾ ആ ഒരു വസ്ത്രം ധരിച്ചിട്ട് രാജകുമാരനെ കല്യാണം കഴിക്കാൻ പോവാണ്, അവളെ തടയണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും റെബേക്ക പറയും ഒരു കുഴപ്പമില്ല മോളെ, എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ തന്നെ ആയിരിക്കും രാജകുമാരൻ, കാരണം നിന്നെ സുന്ദരിയാക്കി മാറ്റിയിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ എൽവിറയെ നേരെ മുറിയിലേക്ക് കൊണ്ടു കിടത്തും. ഇപ്പൊ എൽവിറയാണെങ്കിലും ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോയി. അവൾ അങ്ങനെയാണ് പെരുമാറുന്നത് തന്നെ. എന്നിട്ട് സ്വപ്നവും കണ്ടിങ്ങനെ കിടക്കാണ്. അതേസമയം നമ്മുടെ അലീഷ്യ ആ ഒരു കീറിയ വസ്ത്രവും കൊണ്ട് അവളുടെ അച്ഛന്റെ ശരീരത്തിനടുത്ത് കിടക്കാണ്. അയാളുടെ ശരീരം മുഴുവനായിട്ട് പുഴു അരിച്ച് ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. എന്നിട്ട് അവൾ അങ്ങനെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ കുറെ നേരം വിഷമിച്ച് കിടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ അമ്മയുണ്ടല്ലോ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അവളിങ്ങനെ കാണും. എന്നിട്ടാണ് ആ ഒരു അമ്മ പറയുന്നത് നിനക്ക് വേണ്ടി മറ്റൊരു കാര്യമുണ്ട്, അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ നോക്കാൻ പറയുമ്പോൾ അവളുടെ അച്ഛനെ കിടത്തിയിരിക്കുന്ന ആ ഒരു പെട്ടിയുടെ അടിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്നും 2 ഷൂ ഉണ്ടല്ലോ അതിങ്ങനെ കിട്ടുന്നത്. അപ്പൊ അവളുടെ അമ്മ പറയും ഇത് മതി, നീ എന്തായാലും വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നതും ഇപ്പൊ അലീഷയ്ക്ക് നല്ല സമാധാനമായി. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇവരെല്ലാവരും ഈ ഒരു രാജകുമാരന്റെ ആ ഒരു കൊട്ടാരത്തിലേക്ക് പോകാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എൽവിറയെ ഇവർ ഒരുക്കാനായിട്ട് വരുമ്പോൾ അവളുടെ തലയിലെ മുടിയെല്ലാം പോയിട്ട് ഇപ്പൊ പല ഭാഗങ്ങളിലും മൊട്ടയാവുന്ന അവസ്ഥയായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അവർ ആ ഒരു വിഗ് എടുത്ത് തലയിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എൽവിറയെ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അവളെയും കൂട്ടി അവിടെ നിന്നും ഇവരെല്ലാവരും അവസാനം ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു കൊട്ടാരത്തിൽ എത്തിയതിനു ശേഷം പലയിടങ്ങളിൽ നിന്നും വന്ന ആ ഒരു പെൺകുട്ടികളുണ്ടല്ലോ അവരെല്ലാവരെയും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താണ്. ആ ഒരു പെൺകുട്ടിയുടെ പേര്, അവരുടെ കുടുംബം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അതേപോലെ തന്നെ അവരുടെ ശരീര സൗന്ദര്യം, ഇതിനെല്ലാം പറ്റി വർണ്ണിച്ചിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ കളിച്ചിട്ടാണ് ഈ ഒരു രാജകുമാരന്റെ മുന്നിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ ഒരു രാജകുമാരന്റെ കൂടെ നിൽക്കുന്ന ആ 2 സുഹൃത്തുക്കള് അവന്മാര് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടികളെ പറ്റി കമന്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ രാജകുമാരന് അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൻ ഒരു പെൺകുട്ടികളെ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ എൽവിറ ഉണ്ടല്ലോ അവളെ റെബേക്ക കൊണ്ടുവന്നിട്ട് അവൾക്ക് എന്തോ ഒരു പ്രത്യേകതരം ഒരു ശബ്ദം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ വരാൻ പറയുമ്പോൾ ഇപ്പൊ അവള് വരുമ്പോഴത്തേക്കും അവിടെ ഉള്ള ഒരാൾ ഇങ്ങനെ പറയാണ് എൽവിറ 18 വയസ്സ് 5 അടി 9 ഇഞ്ച് ഉയരമുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ്, അതേപോലെ തന്നെ അവളുടെ ഏറ്റവും നല്ല കാര്യം അവളുടെ നടത്തമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും മുന്നിലൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെയെല്ലാം പല ആണുങ്ങൾക്കും നമ്മുടെ എൽവിറയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എൽവിറ ആയാലും എല്ലാവരുടെയും മുന്നിലേക്ക് ചെന്നിട്ട് ഒരു നായ അതെങ്ങനെ ഒരു യജമാനോട് അതിന്റെ നന്ദി കാണിക്കും, ആ ഒരു രീതിയിലാണ് അവള് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ നടക്കെല്ലാം ചെയ്യുന്നത്. എനിക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ശബ്ദം ഒന്ന് കേട്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ആ ഒരു രാജകുമാരന്റെ മുന്നിലേക്ക് വന്ന് കുനിഞ്ഞിങ്ങനെ നിൽക്കുന്നതും ആ ഒരു മാറിടം ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ രാജകുമാരനും അതേപോലെ തന്നെ ആ ഒരു കൂട്ടുകാരന്മാരും അത്രയും സന്തോഷമായി. എന്നിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ എൽവിറയെ ആ ഒരു രാജകുമാരൻ തെരഞ്ഞെടുക്കുമെന്ന് ഉറപ്പായി നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഒരു പെർഫോമൻസും കൂടിയുണ്ട്. അതൊരു ഡാൻസ് പെർഫോമൻസ് ആണ്.
അങ്ങനെ അതിനു വേണ്ടി എല്ലാവരും റെഡിയായിട്ട് ഇപ്പോൾ ആ ഒരു ഹാളിലേക്ക് വന്ന് ആ ഒരു ഡാൻസ് ഇവർ പെർഫോമൻസ് ചെയ്യുന്നു. അതും നല്ലതുപോലെ തന്നെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രാജകുമാരനുണ്ടല്ലോ അവനെ നമ്മുടെ എൽവിറയെ തന്നെയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഒരു കൂട്ടത്തിൽ അത്യാവശ്യം സൗന്ദര്യമുള്ളത് എൽവിറയ്ക്കാണ്. അങ്ങനെ ഈ ഒരു ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വീണ്ടും വസ്ത്രമെല്ലാം പഴയതുപോലെ തന്നെ ആക്കി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് റെബേക്ക എൽവിറയോട് ഒന്ന് പറയുന്നത്, എൽവിറ നിന്നോടൊപ്പം നൃത്തം ചെയ്യാൻ വേണ്ടി ഇത്ര ആണുങ്ങളിവിടെ വെയിറ്റ് ആണ് എന്നെല്ലാം പറയുമ്പോൾ അവൾക്ക് അത്രയും സന്തോഷമായി. അപ്പോഴേക്കാണ് ഒരു അറിയിപ്പ്, രാജകുമാരനിപ്പോ ഒരു പെൺകുട്ടിയായിട്ട് നൃത്തം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ വരി വരിയായിട്ട് നിൽക്കാൻ പറയുമ്പോൾ അവിടെ വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളും വരി വരിയായിട്ട് ഞാൻ നിൽക്കാണ്. അപ്പൊ ആ ഒരു രാജകുമാരൻ ഓരോ പെൺകുട്ടികളുടെ മുന്നിലൂടെ നടന്ന് അവസാനം നമ്മുടെ എൽവിറയുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ സെലക്ട് ചെയ്യും. ഇപ്പൊ അതുകൂടി ആവുന്നത് നമ്മുടെ എൽവിറ അവളുടെ ആഗ്രഹം മുഴുവനായിട്ടും സാധിക്കാൻ പോവാണ്. ആ ഒരു സന്തോഷത്തില് ഇപ്പൊ ആ ഒരു രാജകുമാരനുമായിട്ട് ഡാൻസ് കളിക്കുന്നു. എൽവിറയ്ക്ക് ഇതിൽ കൂടുതൽ ഇനി സന്തോഷം എന്താണ്? കാരണം അവൾ ആ ഒരു ബുക്ക് വായിച്ച് അത്രേ ആഗ്രഹിച്ച ഒരു രാജകുമാരൻ. അങ്ങനെ ഇവര് രണ്ടുപേരും നൃത്തം ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് മറ്റേതോ ഒരു പെൺകുട്ടി വേറൊരു വസ്ത്രവും ധരിച്ചിട്ട് അവളുടെ മുഖം പാതിയിലും മറച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു രാജകുമാരൻ ഏതാ ഒരു പെൺകുട്ടിയെന്നും പറഞ്ഞ് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതും ഇത് കാണുമ്പോൾ നമ്മുടെ എൽവിറയ്ക്ക് അത്രയും ദേഷ്യമായി. കാരണം അല്ലാതെ കാണുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടി ഇവരെക്കാളും നല്ല രീതിയിൽ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൽവിറയ്ക്ക് എന്തോ വയറു വേദനിക്കുന്നത് പോലെ അവൾ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. ഛർദ്ദിക്കുമ്പോഴത്തേക്കും വായിൽ നിന്ന് കറുത്ത രീതിയിൽ കുറെ മുട്ടകളെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. ഇതുകൂടി കാണുന്നതും എൽവിറ നല്ലതുപോലെ പേടിക്കും. അപ്പോഴേക്ക് റെബേക്ക ഓടി അടുത്തേക്ക് വന്നിട്ട് മോളെ എന്ത് സംഭവിച്ചു, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൽവിറ അപ്പോഴാണ് ചിന്തിക്കുന്നത് വേറെ ഒന്നല്ല, അവളുടെ വയറിൽ പോയ ഒരു പുഴുണ്ടല്ലോ അത് വളർന്ന് അത് അവളുടെ വയറിൽ മുട്ടയിടാൻ തുടങ്ങി. ആ ഒരു മുട്ടയാണ് ഇപ്പോൾ വെളിയിലേക്ക് വരുന്നത്. അതുമല്ല അത് കാരണമാണ് അവൾക്ക് അത്രയും വിശക്കുന്നത്. അപ്പൊ തന്നെ എൽവിറ പറയുന്നുണ്ട്, അമ്മ ഞാൻ ഉടനെ തന്നെ മരിക്കാൻ പോവാണ് എന്നെല്ലാം പറയുമ്പോൾ ഇല്ല മോളെ ഒരു കുഴപ്പമില്ല, എന്തായാലും നിനക്ക് ആ ഒരു രാജകുമാരനെ കിട്ടും എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ആ ഒരു രാജകുമാരനല്ലെങ്കിൽ മറ്റൊരാള് എന്നും പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ എൽവിറ വേറെ ഒരുത്തനായിട്ടാണ് നൃത്തം ചെയ്യുന്നത്. അങ്ങനെ അവരോടൊപ്പം നൃത്തം ചെയ്തിട്ട് അത് കഴിഞ്ഞ് വേറൊരുത്തൻ വന്ന് എൽവിറയോട് സംസാരിച്ചിട്ട് അവനുമായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എൽവിറ നൃത്തം ചെയ്ത് എല്ലാവരെയും നോക്കുമ്പോഴത്തേക്കും അവരുടെ വായിൽ നിന്നും ഈ ഒരു പുഴുക്കൾ താഴേക്ക് വീഴുന്നത് പോലെ അതേപോലെ തന്നെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ കാണുന്നുണ്ട്. അങ്ങനെ നൃത്തത്തിന്റെ അവസാനം ഇവരിങ്ങനെ പിടിച്ചിട്ട് ഇവരിങ്ങനെ തലകീഴായിട്ട് ഇങ്ങനെ കിടത്തും. ആ ഒരു സമയത്ത് രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തിലെ ആ ഒരു തുണിയുണ്ടല്ലോ അത് മാറുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ അലീഷയായിരുന്നു. ഇത് കണ്ട് എൽവിറ അവളെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അലീഷ ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം വെളിയിലേക്ക്. അതുമല്ല നമ്മുടെ രാജകുമാരനായാലും അവളുടെ മുഖം നല്ലതുപോലെ തന്നെ കണ്ടില്ല. പകരം അലീഷയുടെ ഒരു ചെരുപ്പ് ഈ ഒരു സ്ഥലത്ത് ഊരി വീണുപോയി. മറ്റേ ചെരുപ്പ് കൊണ്ടാണ് അലീഷ അവിടെ നിന്ന് ഓടിയത്. ഇത് കാരണം നമ്മുടെ എൽവിറ തിരിച്ച് ആ ഒരു കുതിരവണ്ടിയിൽ വരുമ്പോൾ നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ ആ ഒരു രാജകുമാരൻ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? അലീഷയുടെ ആ ഒരു ചെരുപ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ചെരുപ്പിന്റെ ഉടമയായിട്ടുള്ള പെൺകുട്ടി അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോ നമ്മുടെ എൽവിറയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ദേഷ്യത്തോടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നേരെ അലീഷയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളിപ്പോ ഒന്നും അറിയാത്തതുപോലെ സാധാ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വീട്ടിലിരിക്കുകയാണ്. ഇത് കണ്ട എൽവിറ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നു. എന്നിട്ട് ഒരു കത്തിയെടുത്ത് അവളെ വെട്ടാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൽവിറ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു ഷൂ ഉണ്ടല്ലോ അത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ അലീഷയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അലീഷയാണെങ്കിൽ പേടിച്ച് മുകളിലേക്ക് വരുന്നതും അവളുടെ പിറകെ വന്ന് ഒരു വിധത്തിലെ അവളുടെ കാലിലുള്ള ആ ഒരു ഷൂ ഉണ്ടല്ലോ അതങ്ങ് എടുക്കും. അപ്പോഴേക്കാണ് റെബേക്ക അവിടേക്ക് വരുമ്പോൾ അമ്മ ഇവളാണ് അവിടേക്ക് വന്നത്, ഇവളുടെ ഷൂ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ റെബേക്ക പറയും, ഏയ് ഇപ്പൊ എന്തായാലും സമയമില്ല, നീ പോയി കിടന്നുറങ്ങ്. ഇല്ലമ്മ രാജകുമാരൻ ഉടനെ തന്നെ വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, റെബേക്ക ഇപ്പൊ അവിടെ നിന്ന് വേറെ ഏതോ ഒരാളെ കറക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് വിവാഹം കഴിച്ചിട്ട് അവരോടൊപ്പം കഴിയാൻ വേണ്ടി. ഇതല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനുമായിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നതും. ഇപ്പോൾ എൽവിറ ആണെങ്കിലോ നേരെ മുറിയിലേക്ക് ചെന്നിട്ട് ഈ ഒരു രാജകുമാരനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചേ പറ്റൂ. അങ്ങനെ അവൾ ആ ഒരു ഷൂ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ കാലിന് അത് പാകമാവുന്നില്ല. കാരണം അവളുടെ കാല് ആ ഒരു ഷൂവിനെ കാട്ടി വലുതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ആകെ ദേഷ്യം പിടിച്ച് എൽവിറ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ഈ ഒരു സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് തന്നെ അവൾ ചെയ്തു കൂട്ടിയ കാര്യം എന്താണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ പോവാണ്. ആ ഒരു കത്തി അങ്ങനെ എടുത്ത ആ ഒരു ഷൂവും നേരെ അവളുടെ കാലിനടുത്തേക്ക് വെച്ചിട്ട് അതിന്റെ വലിപ്പം നോക്കുന്നു. എന്നിട്ട് അവളുടെ കാലില് ആ ഒരു കത്തി വെച്ച് ഒരൊറ്റ വര. ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? അവളുടെ കാലിലെ ആ ഒരു വിരലുകള് അവള് മുറിച്ചു മാറ്റാൻ പോവാണ്. അങ്ങനെ അതെടുത്ത് ഒരു ചെയർ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കാലും വെച്ച് ഈ ഒരു കത്തി എടുത്ത് അങ്ങനെ വെച്ചിട്ട് ഒരു തടിയും വെച്ച് ഇങ്ങനെ നിൽക്കാൻ അടിക്കാൻ വേണ്ടി എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞ് ഒരു ഒറ്റയടി ആ ഒരു കത്തിയിലേക്ക് ആ ഒരു വിരലുകൾ മൊത്തമായിട്ട് മുറിഞ്ഞു പോകത്തില്ല. പകരം അത് മുറിഞ്ഞിങ്ങനെ തൂങ്ങിയാടുകയാണ്. വേദന കാരണം അവൾ അലറി വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കേട്ട് റെബേക്ക നേരെ മുറിയിലേക്ക് വന്നിട്ട് ഹേയ് എന്തു പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ ഇതുപോലെ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അവളുടെ സഹോദരി ആൽമയെ അടുത്തുണ്ട്. രണ്ടുപേരും ആകെ അന്തം വിട്ടിരിക്കുകയാണ്.
അപ്പോഴേക്കാണ് റെബേക്ക പറയുന്നത്, എൽവിറ നീ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം നീ തെറ്റായിട്ടുള്ള കാലാണ് ഇപ്പോൾ മുറിച്ചത്. അതുമല്ല ഇതിന്റെ വലതുവശത്തെ ആ ഒരു ഷൂ അത് രാജകുമാരന്റെ കയ്യിലാണുള്ളത്, അതുകൊണ്ട് ഇത് നല്ലതുപോലെ ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് റെബേക്ക ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയോ? അവളുടെ സഹോദരിയോട് ആ ഒരു റൂമിൽ നിന്ന് പോകാൻ പറയും. എന്നിട്ട് എൽവിറയ്ക്ക് എന്തോ ഒരു മരുന്നും കൊടുത്ത് അവളെ മയക്കി കിടത്തിയിട്ട് അവളുടെ 2 കാലിലെ വിരലുകളും അവൾ വെട്ടിയങ്ങ് മാറ്റും. അയ്യോ കൊടൂരം തന്നെ അത്. സത്യം പറയല് ഇതെല്ലാം മൂവിയിൽ കാണുമ്പോഴത്തേക്ക് അത്രയും കൊടൂരമായിട്ടുള്ള സീനാണ്. മറ്റുള്ള സിനിമകളുടെ അത്രയും വരത്തില്ല. എന്നിരുന്നാലും ഈ ഒരു മൂവിയോടൊപ്പം നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അങ്ങനെ തോന്നും. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ എൽവിറ അവളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്, ഈ ഒരു രാജകുമാരൻ വരുന്നതും ഇവൾ ആ ഒരു ഷൂ ധരിച്ച് നിൽക്കുമ്പോൾ അവളെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവൾ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് 2 കാലിലെ വിരലുകളും മുറിച്ചു വെച്ചിട്ട് ഇപ്പൊ അത് തുണിയെല്ലാം വെച്ച് ചുറ്റി അങ്ങനെ വെച്ചേക്കുന്നു. അവളാണെങ്കിലും കണ്ണുറന്ന് ഇപ്പൊ ആ ഒരു ബെഡിൽ നിന്ന് നേരെ താഴേക്ക് വീഴാണ്, കാരണം അവൾക്ക് നടക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേക്കും താഴെ ആ ഒരു രാജകുമാരൻ വന്നതുപോലെ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്. പടിക്കെട്ട് വഴി ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വേദനയുണ്ട്, എന്നിരുന്നാലും നേരെ താഴേക്ക് വന്ന് കമിഴ്ന്നിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും രാജകുമാരൻ നമ്മുടെ അലീഷയെ കണ്ടുപിടിച്ചു. അവളാണ് ആ ഒരു ഷൂവിന് ഉടമയെന്ന് രാജകുമാരന് മനസ്സിലായതുകൊണ്ട് തന്നെ അലീഷ ആ ഒരു വീട്ടിൽ നിന്നും രാജകുമാരെ കൊണ്ടുപോവാണ്. ഇതുകൂടി ആവുന്നത് നമ്മുടെ എൽവിറയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അതെല്ലാം വെറുതെയായി. അതുപോലെ ഇപ്പൊ എൽവിറയുടെ രൂപം തന്നെ കാണണം, പല്ലെല്ലാം പോയിട്ട് മുടിയെല്ലാം പോയി ആകെ വികൃതമായിട്ടുള്ള ഒരു രൂപമായിട്ട് മാറുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ എൽവിറയുടെ സഹോദരി ആൽമ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെയും പൊക്കിയെടുത്ത് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി മുന്നിൽ വലിയൊരു പാത്രത്തിൽ ഒരു പാലൊഴിച്ചു വെക്കും. അതേപോലെ തന്നെ അവളെ ആ ഒരു ടേബിളിന് മുന്നിലേക്ക് കിടത്തിയിട്ട് ആ ഒരു വയറിലെ പുഴുവിനെ നശിപ്പിക്കാനുള്ള മറുമരുന്നുണ്ടല്ലോ അതെടുത്ത് അവളുടെ വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. അങ്ങനെ അത് കുടിക്കുന്നതും കുറച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എൽവിറ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങാണ്. അതുമല്ല കുറെ കഴിയുമ്പോൾ അവളുടെ വായിൽ നിന്നും എന്തോ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. കാണിക്കുമ്പോഴത്തേക്കും അതാ ഒരു പുഴുവാണ്. ആൽമയാണെങ്കിൽ ഇത് കണ്ട് പേടിച്ചിട്ട് പതിയെ അടുത്തേക്ക് വന്ന് ആ ഒരു പുഴുവിനെ പിടിച്ച് വലിക്കുന്നതും സത്യം പറയാലോ അതെ ഇത്രയും നീളമുണ്ട്, അതിനെ വലിച്ച് അതിനെ പുറത്തേക്ക് എടുത്ത് താഴേക്ക് ഇടുമ്പോഴത്തേക്കാണ് എൽവിറ ഇപ്പൊ ശരിയാവുന്നത്. കാരണം ആ ഒരു പുഴു ഉള്ളത് കൊണ്ടാണ് അത് അവളുടെ വയറിൽ ഒരുപാട് മുട്ടയിട്ടതും അതേപോലെ തന്നെ അവൾക്ക് ഇത്രയും വിശപ്പായിട്ട് അവളുടെ ഈ ഒരു സൗന്ദര്യം തന്നെ മൊത്തത്തിൽ മാറാൻ കാരണവും. അങ്ങനെ ആ ഒരു പുഴുവിനെ 2ആയിട്ട് മുറിച്ച് മാറ്റിയതിനു ശേഷം നമ്മുടെ ആൽമ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോവാൻ പോവാണ് വേറൊരു സ്ഥലത്തേക്ക്. റെബേക്കാണെങ്കിലോ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു പയ്യനുണ്ടല്ലോ, ആ ഒരു പയ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനുമായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഇതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ആൽമ അവിടെയുള്ള വില കൂടിയ ഒരു സ്വർണവും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ എൽവിറയെ പതിയെ താഴേക്ക് കൊണ്ടുവരും. അവളാണെങ്കിൽ ഇപ്പോൾ ആകെ വെറുതായിട്ടുള്ള രൂപമായി. അങ്ങനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അവളെ അവിടെ ഇരുത്തി അവരുടെ ആ ഒരു കുതിരയുണ്ടല്ലോ അതിന് മുകളിലേക്ക് അവളെ കയറ്റിയിട്ട് ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് അതിർത്തി കടക്കണം എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവരെടുത്ത് എറിഞ്ഞ ആ ഒരു വലിയ പുഴു അതിനെ 2 കാക്കകൾ വന്നിങ്ങനെ കൊത്തി തിന്നുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. ഓക്കെ, ഈ ഒരു മൂവിയിലൂടെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു മൂവി എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രം കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ. ഓക്കെ, സബ്സ്റ്റൻസ് മൂവിയുടെ അത്രയും ഈ ഒരു മൂവി ഇല്ല എന്നും പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇടാനായിട്ട് ഇപ്പോൾ വരും. ഇത് കണ്ടിട്ടാണ് നീ ഇൻട്രോയിൽ ഇങ്ങനെ കിടന്ന് തള്ളിയത് എന്നും കമന്റ് ഇടാൻ കുറെ പേര് വരും. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂവിയുടെ അത്രയും വരത്തില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ആ ഒരു കാര്യം പറഞ്ഞത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ അത് ബുദ്ധിമുട്ടുള്ളവർ കാണും, അവർക്ക് ഈ ഒരു കാര്യം മനസ്സിലായിക്കോളും. ഇതിവിടെ പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ പേര് കമന്റ് ഇടാനായിട്ട് വരും. അതുകൊണ്ട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും